മരിയൻ പ്രത്യക്ഷീകരണത്താൽ പ്രശസ്തമായ അയർലൻഡിലെ നോക്ക് തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന 40ാമത് ഓൾ അയർലൻഡ് ജപമാല റാലിയിൽ പങ്കെടുത്തത് 10,000-ലധികം തീർത്ഥാടകർ. ജൂൺ 7 രാവിലെ 9:30 മരിയൻ കോൺഫറൻസോടെ ആരംഭിച്ച പരിപാടികളിൽ ആയിരക്കണക്കിന് പേർ ഓൺലൈനായും പങ്കെടുത്തു. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും ഭൂതോച്ചാടകനുമായ മോൺസിഞ്ഞോർ സ്റ്റീഫൻ റൊസേറ്റി റാലിയിൽ മുഖ്യപ്രഭാഷകനായിരുന്നു. ഉച്ചകഴിഞ്ഞ് കുരിശിന്റെ വഴി ജപമാല റാലി, ബിഷപ്പ് ഡൊണാൾഡ് മക്കൌൺ മുഖ്യകാർമ്മികനായ പരിശുദ്ധ കുർബാന ഉൾപ്പെടുന്ന ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. ആധുനിക ലോകത്ത് ആഴത്തിലുള്ള ആത്മീയ നവീകരണത്തിനും മിഷണറി പ്രവർത്തനത്തിനുള്ള പരിവർത്തനാത്മക ഉപകരണവുമായി ബിഷപ്പ് മക്കൌൺ തന്റെ പ്രസംഗത്തിൽ ജപമാലയെ ഊന്നിപ്പറഞ്ഞു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് തീർത്ഥാടകർ ചേർന്ന് വർണ്ണാഭമാക്കിയ ലിവിംഗ് റോസറി രൂപീകരിച്ചതായിരുന്നു ശുശ്രൂഷകളിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. ജപമാല റാലിയിൽ നിരവധി വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുത്തു. ബസിലിക്കയിലും അപ്പാരിഷൻ ചാപ്പലിലും നടന്ന കുമ്പസാരത്തിലും പരിശുദ്ധ കുർബാനയിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സജീവമായി പങ്കെടുത്തിരുന്നു. 1879 ഓഗസ്റ്റ് 21 വൈകുന്നേരം കൗണ്ടി മയോയിലെ നോക്ക് ഗ്രാമത്തിലെ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ പേരിലുള്ള ദേവാലയത്തിന്റെ പിന്നിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിന് 15-ലേറെ പേർ സാക്ഷികളായിരുന്നു. സഭ നിയോഗിച്ച 2 കമ്മീഷനുകളും ഈ ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങൾ വിശ്വാസയോഗ്യമെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ഫ്രാൻസിസ് പാപ്പയും വിശുദ്ധ മദർ തെരേസയും നോക്ക് ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.